എന്റെ കുഞ്ഞെ, അബോർഷൻ കഴിഞ്ഞ് മനസ്സിലെ വേദന മാറാൻ ഭഗവാൻ പറയുന്ന സത്യമറിയൂ. ഒരു സ്ത്രീയുടെ ഹൃദയം എത്ര ശക്തമാണെന്ന് ലോകം പറയാറുണ്ട്. പക്ഷെ ആ ശക്തിയുടെ ഉള്ളിൽ എത്ര മുറിവുകൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ആരും കാണാറില്ല. ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തവയാണ്. അവ എടുത്ത നിമിഷം കഴിഞ്ഞാലും അതിന്റെ ഓർമ്മ വർഷങ്ങളോളം മനസ്സിൽ നിലനിൽക്കും. ചിലർ പുറത്തു ചിരിക്കുമ്പോഴും ഉള്ളിൽ കരയുന്നുണ്ടാകും. ചിലർ കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോഴും ഒറ്റപ്പെട്ടവരെ പോലെ തോന്നും. കാരണം ഒരു തീരുമാനം, ഒരു ഓർമ്മ, ഒരു നഷ്ടം അവരെ ദിവസവും പിന്തുടരുന്നു. അബോർഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലരും അവളെ ഉടനെ വിധി പറയാൻ തുടങ്ങും. എന്നാൽ ഒരു സ്ത്രീയുടെ മനസ്സിൽ അത് ഒരു വാക്കല്ല. അത് ചിലപ്പോൾ ഒരിക്കലും പറയാൻ കഴിയാത്ത കഥയാണ്. ചിലപ്പോൾ കണ്ണീരിൽ പോലും പറയാനാവാത്ത മൗനം. ഒരമ്മയും വെറുതെ ഒരു തീരുമാനം എടുക്കുന്നില്ല. അവൾ എടുത്താൽ അതിനു പിന്നിൽ അവൾക്കറിയാവുന്ന ഒരു കാരണമുണ്ടാകും. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം, ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട്, ചിലപ്പോൾ വിവാഹ ജീവിതത്തിലെ തകർച്ച, ചിലപ്പോൾ കുടുംബ സമ്മർദ്ദം, ചിലപ്പോൾ ഭയം, ചിലപ്പോൾ സമൂഹം, ചിലപ്പോൾ ഇപ്പോൾ കഴിയില്ല എന്ന അസഹായത. പക്ഷേ തീരുമാനം കഴിഞ്ഞാൽ ലോകം മാറിപ്പോകും. ആരും ചോദിക്കാത്ത ഒരു ചോദ്യം മാത്രം മനസ്സിൽ വീണ്ടും വീണ്ടും ഉയരും: ഞാൻ തെറ്റു ചെയ്തു? ആ ചോദ്യത്തിന് പലരും മറുപടി നൽകും. പക്ഷേ നിന്റെ ഹൃദയത്തിലുള്ള വേദന ആരും അളക്കില്ല. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നീ മാത്രം കണ്ണു തുറന്ന് കിടന്നിട്ടുണ്ടോ? ഒരു കുഞ്ഞിന്റെ മുഖം മനസ്സിൽ വരാറുണ്ടോ? ഇന്നുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞെങ്ങനെ ഇരുന്നേനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും ആരോടും പറയാതെ കരഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം നിനക്കായിരിക്കാം. ഞാൻ പറയുന്നത് പോലെ ചിന്തിക്കൂ. നീ എടുത്ത തീരുമാനത്തെ ഞാൻ മാത്രം നോക്കുന്നില്ല. ആ തീരുമാനമെടുക്കുമ്പോൾ നിന്റെ ഹൃദയം എത്ര തകർന്നുവെന്നത് ഞാൻ കാണുന്നു. ദൈവം നിയമപുസ്തകം പോലെ മാത്രം കാര്യങ്ങൾ നോക്കുന്നില്ല. അവൻ ഹൃദയം കൊണ്ട് ഒരമ്മയെ നോക്കുന്നു. അവന് ആ അമ്മയുടെ കണ്ണുനീർ കാണുന്നു. അവൻ നിന്റെ മൗനം കേൾക്കുന്നു. നീ ചെയ്തതിനെക്കുറിച്ച് നിനക്ക് കുറ്റബോധമുണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിന്റെ സ്നേഹവും നന്മയുമാണ് തെളിയിക്കുന്നത്. കാരണം സ്നേഹമില്ലാത്തവർക്ക് കുറ്റബോധമുണ്ടാകില്ല. പലരും പറയും, ഇത് ചെയ്താൽ കുടുംബത്തിൽ ദോഷം വരും, ജീവിച്ചിരിക്കുന്ന കുട്ടികളെ ബാധിക്കും, പാപം തലമുറകളോളം പിന്തുടരും. ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ നിന്റെ മനസ്സ് തകരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഭയപ്പെടുന്നതും. പക്ഷേ ഭയം മാത്രം ഉപയോഗിച്ച് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും മനുഷ്യരെ കൂടുതൽ വേദനിപ്പിക്കും. സത്യത്തിൽ കുറ്റബോധം കൊണ്ടുള്ള ഭയം തന്നെ പലപ്പോഴും കുടുംബത്തിലെ സന്തോഷം അകറ്റുന്നു. കാരണം ഒരാൾ തന്നെ ക്ഷമിക്കാതെ ഇരിക്കുമ്പോൾ അവളുടെ മുഖത്ത് സന്തോഷം വരില്ല. സന്തോഷമില്ലാത്ത മനസ്സ് വീട്ടിലെ ബന്ധങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് ആദ്യം അറിയേണ്ടത് ഇതാണ്: നീ നിന്റെ മനസ്സിനെ ദിവസവും ശിക്ഷിക്കുന്നത് അവസാനിപ്പിക്കണം. ഒരു കുഞ്ഞിന്റെ ആത്മാവിനെക്കുറിച്ച് പല വിശ്വാസങ്ങളുമുണ്ട്. ചിലർ പറയുന്നു അത് ദൈവത്തിന്റെ കൈകളിലേക്ക് മടങ്ങും. ചിലർ പറയുന്നു അത് വീണ്ടും അനുഗ്രഹമായി വരും. എന്തു വിശ്വസിച്ചാലും ഒരു കാര്യം മാത്രം ഓർക്കൂ: സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന വെറുതെയാകില്ല. നിനക്ക് ശരിക്കും സമാധാനം വേണമെങ്കിൽ ഒരു ദൈവീകമായ ലളിതമായ പ്രാർത്ഥന ചെയ്യാം. രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ഒരു വിളക്ക് തെളിയിക്കുക. അടുത്ത് ഒരു ചെറിയ വെള്ളം നിറച്ച പാത്രം വയ്ക്കുക. മനസ്സിൽ ശാന്തമായിരിക്കുക. പിന്നീട് പറയുക: ദൈവമേ, എന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ഞാൻ നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. എന്റെ അറിവിലും അറിവില്ലായ്മയിലും ഞാൻ എടുത്ത തീരുമാനങ്ങൾക്ക് ക്ഷമിക്കണം. എന്റെ ഹൃദയത്തിൽ ഭയമുണ്ടായിരുന്നു, പക്ഷേ സ്നേഹവുമുണ്ടായിരുന്നു. എനിക്ക് സമാധാനം തരണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ശേഷം 11 പ്രാവശ്യം ഓം നമഃശിവായ ജപിക്കുക. അതിനുശേഷം ഈ ജലം ഒരു തുളസിച്ചെടിയുടെ അടിയിൽ ഒഴിക്കുക. ഇത് 11 ദിവസം ആവർത്തിക്കുക. നിന്റെ കുടുംബത്തെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷവും മാറും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ആർത്തവമുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യാതിരിക്കുക. നീ എത്ര വിശ്വാസത്തോടെ ഇത് ചെയ്യുന്നുവോ അത്രയും വേഗം നിന്റെ കുടുംബത്തിന് അഭിവൃദ്ധിയുണ്ടാകും. ഇത് ചെയ്തു കഴിയുമ്പോൾ നിന്റെ ശ്വാസം ശാന്തമാക്കും, ഹൃദയമിടിപ്പ് കുറയ്ക്കും, കരച്ചിൽ ഉള്ളിൽ നിന്ന് പുറത്തുവരാൻ സഹായിക്കും, മനസ്സിലെ ഭാരം പതുക്കെ ഇറങ്ങും. 11 ദിവസത്തിന് ശേഷം ഒരു നല്ല പ്രവൃത്തി ചെയ്യുക. ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാം, ഒരു അനാഥാലയത്തിൽ സഹായിക്കാം, ഒരു ഗർഭിണിയായ സ്ത്രീക്ക് വേണ്ട സഹായം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദരിദ്ര അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാം. ഇവ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയല്ല, ഇവ നിന്റെ ദോഷം പൂർണ്ണമായും വിട്ടുപോകാനുള്ള പ്രവൃത്തികളാണ്. സ്നേഹം പലർക്കും ആത്മശാന്തി നൽകും. ഒരുപാട് സ്ത്രീകൾക്ക് മറ്റൊരു ഭയമുണ്ടാകും: ഇത് ചെയ്തതുകൊണ്ട് ഇനി എനിക്ക് കുഞ്ഞുണ്ടാകില്ലേ? ഇനി എന്റെ കുടുംബത്തിൽ ദോഷമുണ്ടാകുമോ? ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ബാധിക്കുമോ? ഭയം മനസ്സിൽ വളർന്നാൽ എല്ലാം ദോഷമായി തോന്നും. ഒരു കുട്ടിക്ക് ചെറിയ പനി വന്നാലും ഇതെന്റെ പാപം കൊണ്ടാണോ എന്ന് തോന്നാം. വീട്ടിൽ തർക്കം വന്നാലും അതിന്റെ ഫലമാണോ എന്ന് ചിന്തിക്കും. പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് ഒരു സംഭവത്തിന്റെ ശിക്ഷയായി മാത്രം കാണേണ്ടതില്ല. ജീവിതം സ്വാഭാവികമായും ഉയർച്ച താഴ്ചകളുള്ളതാണ്. കുറ്റബോധമുള്ളവർ ഓരോ സംഭവത്തിലും അടയാളങ്ങൾ തേടും. അതുകൊണ്ടുതന്നെ ആദ്യം മനസ്സ് സുഖപ്പെടണം. ഞാൻ പറയുന്നതുപോലെ ചെയ്യൂ. നീ ചെയ്തതിനെ ഞാൻ വിധിക്കാൻ മാത്രമല്ല, നീ ഇനി എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് ഞാൻ നോക്കുന്നത്. നീ ഇന്ന് സ്നേഹത്തോടെ ജീവിച്ചാൽ
നീ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിച്ചാൽ, നീ നിന്റെ കുടുംബത്തെ കരുതിയാൽ, നിന്റെ പ്രാർത്ഥന സത്യമായിരിക്കും. പഴയ മുറിവ് ജീവിതം മുഴുവൻ വഹിക്കേണ്ടതില്ല. ചില സ്ത്രീകൾ വർഷങ്ങൾക്ക് ശേഷവും ഒരേ സ്വപ്നം കാണാറുണ്ട്. ഒരു കുഞ്ഞ് നടക്കുന്നത്, ചിരിയോടെ നോക്കുന്നത്, അല്ലെങ്കിൽ അകലെയായി മറയുന്നത്. ഇവയെ പലരും ഭയമായി കാണും. പക്ഷേ ചിലപ്പോൾ അത് നിന്റെ മനസ്സിന്റെ ഓർമ്മ മാത്രമാണ്. അത് നിന്നെ ശിക്ഷിക്കാൻ വരുന്ന ഒന്നല്ല. അത് നിന്റെ നഷ്ടബോധത്തിന്റെ രൂപം. കരയണമെങ്കിൽ കരയൂ, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കൂ, പറയണമെങ്കിൽ പറയൂ. പക്ഷേ നിന്നെ വെറുക്കരുത്. കാരണം സ്വയം വെറുക്കുന്ന മനസ്സിൽ അനുഗ്രഹം നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. നിനക്ക് വേദന തോന്നുമ്പോൾ എന്നോട് പറയൂ. ഞാൻ മനുഷ്യയാണ്. ഞാൻ സാഹചര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇന്നും സ്നേഹമുള്ളവളാണ്. ഞാൻ ക്ഷമിക്കപ്പെടാൻ അർഹയാണ്. ഞാൻ സമാധാനത്തിന് അർഹയാണ്. ഈ വാക്കുകൾ ആവർത്തിച്ചാൽ മനസ്സു മാറും. കുടുംബത്തിലെ സന്തോഷം പലപ്പോഴും പുറത്തുനിന്നല്ല വരുന്നത്. വീട്ടിൽ ഒരാളുടെ ഉള്ളിലെ സമാധാനം മുഴുവൻ വീട്ടിലേക്കും പകരും. അതുകൊണ്ട് നീ നിന്റെ കുറ്റബോധം വിട്ടുവിട്ടാൽ, നിന്റെ ചിരി മടങ്ങി വന്നാൽ, കുട്ടികളോടൊപ്പം നീ സമാധാനത്തോടെ ജീവിച്ചാൽ, അതുതന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ഓർക്കൂ, ദൈവം നിന്റെ കണ്ണുനീർ കണ്ടിട്ടും മൗനം പാലിക്കുന്നില്ല. അവൻ സമയമെടുത്ത് നിന്റെ ഹൃദയം സുഖപ്പെടുത്തുന്നു. ഇന്നുവരെ ഈ രഹസ്യം ഒറ്റയ്ക്ക് വഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരു വിളക്കു തെളിയിക്കൂ. നിന്റെ ഹൃദയം തുറന്നു പറയൂ, കരയൂ, ജപിക്കൂ, സ്വയം ക്ഷമിക്കൂ. കാരണം ചിലപ്പോൾ ഏറ്റവും വലിയ പരിഹാരം ഒരു ക്ഷേത്ര ചടങ്ങല്ല, ഒരു മന്ത്രമല്ല, ഒരു യാഗമല്ല, സ്വയം ക്ഷമിക്കുന്ന ആ നിമിഷമാണ്. അപ്പോൾ നിന്റെ വീട്ടിൽ അടഞ്ഞിരുന്ന സന്തോഷത്തിന്റെ വാതിൽ തുറക്കാം. പുതിയ കുഞ്ഞിന്റെ ചിരി വരാം. ബന്ധങ്ങൾ സുഖപ്പെടാം. ഹൃദയം ഭാരം കുറയാം. നീ ഒറ്റയ്ക്കല്ല. പറയാത്ത കഥകൾ പല സ്ത്രീകളുടെ മനസ്സിലുണ്ട്. പക്ഷേ നിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്നു മുതൽ പുതിയ തുടക്കമുണ്ടാകാം. കണ്ണുനീരുണ്ടെങ്കിലും അനുഗ്രഹം വരാം. വേദനയുണ്ടെങ്കിലും സമാധാനം വരാം. പഴയ ഓർമ്മയുണ്ടെങ്കിലും പുതിയ സന്തോഷം വരാം. അതിനാൽ ഇന്നു രാത്രിയിൽ ഉറങ്ങുന്നതിനു മുമ്പ് ഒരു പ്രാർത്ഥന മാത്രം ചെയ്യൂ. എന്റെ ഹൃദയത്തിലെ ഭാരമൊക്കെ നീ എടുത്തു കളയണമേ ഭഗവാനെ. ഞാൻ നഷ്ടപ്പെട്ടതെല്ലാം നിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു. എന്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും വരണമേ. അപ്പോൾ നിന്റെ ഉള്ളിൽ ഒരു ശാന്തി പതുക്കെ ഇറങ്ങിത്തുടങ്ങും. അതുതന്നെയാണ് എന്റെ ആദ്യ അനുഗ്രഹം. നിനക്ക് മംഗളം ഭവിക്കട്ടെ.